പുതുവർഷമാണല്ലോ. ഇന്നിപ്പം ഈ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ പുതിയൊരു വർഷം വരാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണ 2 പാപ്പാഞ്ഞികളാ കൊച്ചിയിൽ ഉണ്ടാവുന്നത്. അവധിക്കാലം ആരംഭിച്ചത് മുതൽ തന്നെ വലിയ തിരക്കാണ് കൊച്ചിയിൽ അനുഭവപ്പെടുന്നതും. കൊച്ചി വെള്ളി ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിനെ, ഗുഡ് ഈവനിങ്. ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തവണയും ഈ കൊച്ചിൻ കാർണിവൽ നടക്കുമെങ്കിലും ഗുഡ് ഈവനിങ്. അപ്പം ഈ എല്ലാ വർഷവും ഇതേപോലെ ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുമെങ്കിലും ഇത്തവണ 2 പാപ്പാഞ്ഞിമാരെ ഉള്ളു. അതും തൊട്ടടുത്തടുത്ത് 2 പാപ്പാഞ്ഞിമാര് കത്തുന്നു. അപ്പോൾ മൊത്തത്തിൽ കാർണിവല് തുടങ്ങിയ സമയം മുതൽ തന്നെ വൻ തിരക്ക്, അടുക്കാൻ പറ്റാത്ത തിരക്കാണ് ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എങ്ങനെ പോകുന്നു? ഇനി 2 ദിവസം കൂടെ ഉള്ളൂ 1-ാം തീയതിക്ക് 31-ാം തീയതി ആവാൻ. തീർച്ചയായിട്ടും സേതു, കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമായിരിക്കും. കാരണം എല്ലാ വർഷവും ഒരു പപ്പാഞ്ചിയാണ് കത്തുന്നതെങ്കിൽ ഇത്തവണ 2 പപ്പാഞ്ചി കത്തും എന്നുള്ളതാണ്. അത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തിരക്ക് കുറയും എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ അപ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പണി ഇത്തിരി കൂടും. സാധാരണ ഒരു സ്ഥലത്ത് മാത്രം ഒരു സെക്യൂരിറ്റിയൊക്കെ ഇൻചാർജ് ചെയ്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഒരു സ്ഥലത്ത് അവർ നിയോഗിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. 2 പപ്പാഞ്ചിമാരുണ്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാ വിമലാദിത്യ ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, സാറേ ഇത്തവണ 2 പപ്പാഞ്ചിയായിരിക്കും, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മുടെ സുരക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ? അല്ല, എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മതിയായിട്ടുള്ള പോലീസുകാരെ നമ്മൾ ഇവിടെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് വെഹിക്കിൾ പെട്രോളിങ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കുറേ വാഹനത്തിൻ്റെയും മറ്റ് ആൾക്കാരുടെ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ എല്ലാ പ്രോപ്പറായ രീതിയിൽ നമ്മൾ നടത്താം. സാറേ, ഈ 25-ാം തീയതി വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടതാണ്. അന്ന് വലിയ രീതിയിൽ വാഹനങ്ങൾ അനങ്ങാത്ത രീതിയിലേക്ക് വന്ന് ഫോർട്ട് കൊച്ചി സിയുടെ നേതൃത്വത്തിലുള്ള സംഘം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ പോലീസുകാരും നന്നായിട്ട് വേർത്ത് പോയിട്ടുണ്ടെന്ന്. ഇനി 31st എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്? അല്ല, 25-ാം തീയതി കൂടെ കുറേ പോലീസുകാരെ നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ വന്ന ആൾക്കാർ ഒത്തിരി കൂടുതലായതുകൊണ്ട്, മറ്റ് വാഹനങ്ങൾ ആൾക്കാർ കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് അന്ന് ഒത്തിരി തിരക്ക് വന്നത്. അപ്പോൾ ഈ 31st നമുക്ക് വാഹനങ്ങൾ കുറച്ച് സ്ഥലത്തേക്ക് വിടത്തില്ല. ഓക്കെ, 2 മണി കഴിഞ്ഞാൽ നമ്മൾ കുറേ സ്ഥലത്ത് വാഹനങ്ങൾ നിയന്ത്രിക്കും. ഒരു 28 പാർക്കിംഗ് സ്ഥലങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങോട്ടേക്ക് പാർക്കിങ്ങിലേക്ക് നമ്മൾ എല്ലാ വാഹനങ്ങളും വിടും. ഈ മെയിനായിട്ടുള്ള സ്ഥലത്ത് മുഴുവൻ ആൾക്കാർ, ജനങ്ങൾ നടക്കാനുള്ള ഒരു മതിയായ സ്ഥലം നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് അപ്പോൾ ഈ ഗതാഗത കുറുക്കും ഉണ്ടാവില്ല ആ സമയത്ത്. സാർ, അതോടൊപ്പം തന്നെ എങ്ങനെയൊക്കെ ആയിരിക്കും മറ്റു ജില്ലകളിൽ നിന്നുള്ള വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നത് സംബന്ധിച്ചു? ഒപ്പം തന്നെ എന്തൊക്കെയാണ് ജനങ്ങൾ അന്നത്തെ ദിവസം, സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഒരു അവയർനെസ് വേണമല്ലോ, എന്തായിരിക്കും ജനങ്ങൾ അന്നൊരു മുൻകരുതലായിട്ട് എത്ര മണിക്കുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തണം, അതൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നാളെ ഉച്ചക്ക് നമ്മൾ എല്ലാ പത്രക്കാരോട് പറയാം. അപ്പോൾ എക്സാക്റ്റ് ടൈമിങ്സ് എന്താണ്, നിയന്ത്രിക്കുന്ന ടൈമിങ്സ് എന്താണ് എന്നത് സ്പെസിഫിക് ആയിട്ടുള്ളത് നാളെ പറയാം. ഒരു വലിയ ക്രൗഡിനെ നിയന്ത്രിക്കാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട്. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത് പോലെ തന്നെ കൃത്യമായ ഒരു പോലീസ് സേനയെ പലയിടങ്ങളിലായി വിന്യസിക്കുമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ഇപ്പോൾ ഈ പറയുന്ന പപ്പാഞ്ഞികളെയും ഒപ്പം തന്നെ അതിനു വേണ്ട സജ്ജീകരണങ്ങളെല്ലാം നിരീക്ഷിക്കുന്നതിനായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളുടെ ഒരു തിരക്ക് കാര്യമായി തന്നെ ഇവിടെ കാണാൻ കഴിയുന്നു. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവമാണ് 31st പപ്പാഞ്ഞിനെ കത്തിക്കുന്നതും മറ്റുമെല്ലാം ഒരു വലിയ സന്തോഷവും. ഒപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പപ്പാഞ്ഞിയെ കാണാനായി പല ഇടങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകളൊക്കെ വരാറുണ്ട്. ഉമ്മമാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കണേണ്. എല്ലാ വർഷവും വരാറുണ്ടാ? ആദ്യമായിട്ട് വന്ന്. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. അത് തന്നെയാണ്, ആദ്യമായിട്ടാണ് പപ്പാഞ്ഞിയെ കാണാൻ വരുന്നത്. ഇഷ്ടമായത് ഒരു ചേട്ടൻ കുടുംബമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ വർഷവും വരാറുണ്ടോ? പിന്നെ എല്ലാ വർഷവും. എവിടെ താമസം? എന്റെ വീട് അരമല്ലൂര്. നമ്മൾ ഒരുമിച്ച് പഠിച്ചാണ് പ്ലസ് 2. പേടിപ്പിക്കല്ലേ? യഥാർത്ഥത്തിൽ ഇത് കഴിയാൻ നേരത്ത് ഞാൻ ആരാണെന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. അത് എന്നെ കൂടെ പഠിച്ചാണ്. പെട്ടെന്ന് എനിക്ക് മുഖം മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. ഞാൻ നീ ആ സാവൂല്ലേന്ന് ഞാൻ ചോദിക്കേണ്ടി വരും തീർച്ചയായിട്ടും. എന്താ ചെയ്യുന്നത്? ഞാൻ മെഡിക്കൽ ഫീൽഡാണ്. പള്ളുരുത്തി തന്നെയല്ലേ പഠിച്ചത്? അതെ അതെ, പേര് തന്നെ. എന്റെ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അല്ല, അതുകൊണ്ടാ ചേർത്തു, അതുകൊണ്ടാ, വേറെ ഒന്നുമില്ല. മക്കളെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അച്ഛൻ്റെ കൂടെ പഠിച്ചതാ?
അത് തന്നെ സേതു. എന്തായാലും ഇവിടെ വന്നപ്പോൾ ഒരു പുതിയ കൂട്ടുകാരനെ കൂടി, പഴയ കൂട്ടുകാരനാണ്, പരിചയം പുതുക്കാൻ കൂടി പറ്റി എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സേതു. അതോടൊപ്പം തന്നെ ഈ കാണുന്ന പോലെ ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ചും 31st ഒന്ന് വരുന്നതിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ സേതു, അതായത് കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരിക്കും. സാധാരണ എല്ലാ വർഷങ്ങളിലും ഒരു പൊപ്പാഞ്ഞി മാത്രമേ കത്താറുള്ളൂ. ഇത്തവണ 2 പൊപ്പാഞ്ഞി കൊച്ചിയിൽ നിന്ന് കത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു തിരക്ക് കാര്യമായി കുറക്കാൻ കഴിയും. പള്ളുരുത്തി വേളി ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞു വെക്കും. ഒപ്പം തന്നെ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലും മറ്റൊരു പപ്പാഞ്ഞി ഉണ്ടാവും. അങ്ങനെ 2 പപ്പാഞ്ഞി 2 ഇടങ്ങളിലായി കത്തുന്ന ഒരു സമയം കൃത്യം 12 മണിക്ക് വരെ പപ്പാഞ്ഞി കത്തുകയും ചെയ്യും. ആളുകൾ എല്ലാവരും കൊച്ചിയിലേക്ക് വരണമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് സേതു. ഓക്കെ സഹിൻ, ശരി. അപ്പോൾ ഫോർട്ട് കൊച്ചി ഒരുങ്ങി കഴിഞ്ഞു. എല്ലാ വർഷവും ഫോർട്ട് കൊച്ചി ഈ 31 ആകുമ്പോഴത്തേക്കും, 31 ഈ നമ്മുടെ ക്രിസ്മസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ വൻ വൈബാണ്. പിന്നെ ഇത്തവണ എന്ന് വെച്ചാൽ 2 പപ്പാഞ്ഞിമാരുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കാര്യത്തിൽ നല്ലതായിരിക്കും. കാരണം സാധാരണ കഴിഞ്ഞ വട്ടമൊക്കെ ഈ വെള്ളി ഗ്രൗണ്ടിൽ അടുക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു. പക്ഷേ ഇത്തവണ 2 കൂടെ ആൾക്കാർ സ്പ്ലിറ്റായി പോകില്ല. അപ്പോൾ അതുകൊണ്ട് സമാധാനമായിട്ട് നിന്ന് കുറേ പേർക്കൊക്കെ പാപ്പാഞ്ഞി കത്തുന്നത് കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി പണിയായിരിക്കും. അവർക്ക് 2 ആൾക്കാരെയൊക്കെ നിയന്ത്രിക്കണ്ടേ. പിന്നെ 2 ഉള്ളത് കൊണ്ട് കൂടുതൽ ആൾക്കാർ വരുകയും ചെയ്യുമായിരിക്കും. പറയാൻ പറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ